ഹലോ ഗൈസ്, അപ്പോൾ അടുത്തൊരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലവ് ലേക്കിലേക്കാണ്. എന്നത്തെയും പോലെ തന്നെ സരോണ് കാർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ജോബിച്ചൻ്റെ ക്യാമ്പിലേക്കാണ് പോയത്. അവൻ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. ഞങ്ങൾ നേരെ ജോബിച്ചൻ്റെ ക്യാമ്പിലേക്ക് പോയി. അവിടെ നിന്ന് 2 ഏട്ടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരായിട്ടാണ് ലവ് ലേക്കിലേക്ക് പോകുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതൊരു ലേക്കാണ്, ഒരു തടാകമാണ്. ലവിൻ്റെ ഷേപ്പിൽ 2 ലവ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ 2 ലവ് കൂടി ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഷേപ്പിലാണ് ആ ഒരു എൻ്റയർ ലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് അൽഖുദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പേര് ലവ് ലേക്ക് ആയതുകൊണ്ട് ലവ്ലി കപ്പിൾസ് മാത്രമൊന്നുമല്ല, ഫാമിലീസ് ആയാലും പിള്ളേരായാലും ബാച്ചിലേഴ്സ് ആയാലും എല്ലാവരും പോയി ക്യാമ്പ് ചെയ്ത് അടിച്ചു പൊളിച്ച് ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഒരു ഫുൾ ഡേ നമുക്ക് കാമായിട്ട് പീസ്ഫുള്ളായിട്ട് ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റുന്നൊരു പ്ലേസാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് കുറച്ചധികം ട്രാവൽ ഉണ്ടായിരുന്നു. ഒരു 1/2 hour to 1 hourൻ്റെ ഉള്ളിലാണ് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ട് എത്തിയത്. അടുത്തേക്ക് എത്തുന്തോറും ഈ സിറ്റിയുടേതായിട്ടുള്ള ആ ഒരു ഫീലൊക്കെ മാറി ഭയങ്കര കാമായിട്ടുള്ള ഒരു പ്ലേസിലേക്ക് എത്തുന്നു. കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ എത്തുന്നതോട് കൂടിയിട്ട് നമ്മൾ ടാറിട്ട റോഡൊന്ന് മാറിയിട്ട് ശരിക്കും ഒരു മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. സൈഡിലൊക്കെ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ റോഡ് ശരിക്കും മരുഭൂമിയിലൂടെ പോണ പോലെ മണലിൽ കൂടിയാണ് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ പോണത്. അകത്ത് വാഷ്റൂമും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അവിടെ നിന്നുള്ള യാത്ര ഒരു വെറൈറ്റി ആയിട്ട് പോയി. നമ്മൾ ഡെസേർട്ട് സഫാരി പോകുമ്പോഴാണ് ഈ മണലിൽക്കൂടെയൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ അങ്ങനത്തെ പൊഴിയല്ല, റോഡുണ്ട്, പക്ഷെ എന്നാൽ ടാറിട്ട റോഡല്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. സൈഡിലൊക്കെ വാഷ്റൂം ഫെസിലിറ്റീസും ബാർബിക്യൂ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പച്ചപ്പും കാര്യങ്ങളും ഗ്രീനറി ഒക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ട്. അന്നൊരു ഡെസേർട്ട് ഫീൽ ആണെങ്കിൽ അതും ഉണ്ട്. ലേക്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ 100+ സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ആയിട്ട് 100-ലധികം ജീവജാലങ്ങളുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. തന്നെ നമുക്ക് കാണാനും പറ്റും. പല പല വെറൈറ്റി ടൈപ്പ് അരയന്നായാലും താറാവായാലും പക്ഷികളായാലും പിന്നെ മീനുകളായാലും എല്ലാം അതിനകത്തുണ്ടായിരുന്നു. നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ പലതരം മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, മുട്ടിൻ്റെ ഒപ്പമൊക്കെ വെള്ളമുള്ളൂ ഈ പറയുന്ന ലേക്ക്. ഒരുപാട് ആഴമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ ചെറിയ ഏരിയ എത്തുമ്പോൾ 2 വട്ടം മുറിച്ച് കടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് കോഫി ഷോപ്പൊക്കെ കാണാൻ പറ്റും, വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടെ തന്നെ ടെൻ്റായാലും അതുപോലെ ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ആയാലും റെൻറ്റിനായാലും സെയിലിനായാലും മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ടെൻറ്റൊക്കെ അടിച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്ത് നിൽക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള കുറേ സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ലേക്കാണിത്. ഇത് ലവ് ലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി നല്ല സൺസെറ്റ് പോലത്തെ ടൈമായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സുഖമുള്ള കാറ്റും ഇലകൾ കാറ്റിലാടുന്ന സൗണ്ടും ഇതുപോലൊരു സൺസെറ്റ് ഫീലിങ്ങും ഈ വെള്ളവും അതുപോലത്തെ ഒരു ഏരിയ ഒക്കെ ആകുമ്പോൾ മനസ്സിന് ഭയങ്കര റിലാക്സ് ആയിരുന്നു. പ്ലീസ് നോട്ട്, ഇവിടേക്ക് മെട്രോ ആയാലും ബസ്സായാലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ടാറിട്ട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ മണലിലെത്തിയിട്ടും പിന്നെയും കുറേ കിലോമീറ്റേഴ്സ് പോകാനുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ എന്തായാലും മെട്രോയും ബസ്സിലൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഈ ടാറിട്ട സ്ഥലം വരെ എത്തുകയാണെങ്കിൽ ഇതിനകത്തോട്ട് പോകാൻ വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങൾ റെൻറ്റിനായാലും അല്ലെങ്കിൽ സ്വന്തം കാറുള്ളവരായാലും വന്നിട്ടേ കാര്യം ഉണ്ടാവുള്ളൂ. ഒരുപാട് ദൂരം പോകാനുണ്ട്. പിന്നെ അതിനകത്തൊക്കെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമ്മൾ മരുഭൂമിയിൽ പോകാമെന്നൊന്നും വിചാരിക്കുക വേണ്ട. അങ്ങോട്ട് എത്തും തോറും നല്ല തിരക്കാണ്. പിന്നെ ട്രാഫിക് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം സ്വന്തം കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരാണ്. എല്ലാം ഫാമിലി ഫ്രണ്ട്സ് അങ്ങനത്തെ ടീംസാണ്. എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മൾ 2 പാർക്കിങ്ങിൽ സ്പേസ് ഇല്ലാണ്ട് ഏതോണ്ട് ഉള്ളിലൊക്കെ പോയി സ്പേസിൽ പാർക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ നടന്നു വന്നത് കേട്ടോ. നിങ്ങളെ ഡാഷ്ബോർഡിലുള്ള സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയേ. ഇതാണ് ശരിക്കും ലവ് ലേക്കിൻ്റെ ആകാശ ദൃശ്യം എന്ന് പറയാം. ഈ 2 ലവ് ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നത്, അതിൻ്റെ ചുറ്റും നടക്കാനുള്ള പാത ഇട്ടിട്ടുള്ളത്. അപ്പോൾ എത്ര ദൂരം നമ്മൾ നടക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കി. അടുത്തെത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ലവ് ലേക്കായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ആകാശ ദൃശ്യം അല്ലെങ്കിൽ മാപ്പിൽ നോക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ സൂപ്പറാണ്. ഡ്രോണൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ശരിക്കും ഇത് പകർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ പോയ ഏരിയയിൽ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് വാഷ്റൂം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. കാരണം പാർക്കിങ്ങിൽ സ്ഥലമില്ലാതെ നമ്മൾ അത്രയും ഉള്ളിലോട്ട് പോയിട്ടാണ് പാർക്ക് ചെയ്തിട്ടത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത്രയും ഉള്ള ഏരിയ ആണെങ്കിലും ആൾക്കാരില്ലാത്ത സ്ഥലം എന്നല്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മൾ എത്തിയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ടാണ്. രാത്രി ആവും തോറും ഇരുട്ടാവും തോറും ഫുൾ ഫാമിലീസ് വന്ന് ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെന്ന് കയറിയ ഏരിയയിൽ തന്നെ കുറച്ച് ഫാമിലീസ് എന്താ പറയുക, ഈ മീനുകൾക്കൊക്കെ ഫീഡ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഇവിടെ വന്ന് ഇങ്ങനെ കലപ്പില എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് നല്ല അസ്തമന സൂര്യനൊക്കെ കണ്ട് മീനുകളെയൊക്കെ ഫീഡ് ചെയ്യിച്ച് അങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് നിന്നു. പിന്നെ ഇങ്ങനെ നിന്നാൽ പോരല്ലോ, നമ്മൾ ഈ ലവ് ലേക്കിനെ വലം വെച്ച് വരണമെങ്കിൽ ഇന്ന് രാവിലെ ആവും. അപ്പോൾ നമ്മൾ മെല്ലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം മീനും കാര്യങ്ങളൊക്കെ കണ്ട് നിന്നിട്ട് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിളി പോയി തുടങ്ങി. നമുക്ക് പോകണോ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക്. പക്ഷെ കൂടെ ഉള്ള 4 പേർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ
അവർ നടന്നു തുടങ്ങി, ഞാനും പിന്നാലെ നടന്നു. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കായ വറുത്തമൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നാട്ടിൽ നിന്ന് കൊടുന്നത്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് മറ്റേ കടല വറുത്ത് തിന്നുന്നത് പോലെ കായ വറുത്തതൊക്കെ കഴിച്ച് അങ്ങനെ ഒരു വൈബിന് അങ്ങ് നടന്നു എന്ന് പറയാം. കൂടെ ഉണ്ടായിരുന്ന ഏട്ടന്മാരെ ജോബിച്ചൻ്റെ കൂടെ ക്യാമ്പിൽ നിൽക്കുന്ന 2 പേരാണ്. അവിടെ ഉള്ളപ്പോൾ ഇതുപോലെ പുറത്ത് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടായിരുന്നു പുറത്തൊക്കെ പോകാറുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ദൂരേക്ക് എവിടേക്കെങ്കിലും പോകണം, കാർ റെൻറ്റിന് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും നമ്മൾ 3 പേരല്ലേ ഉണ്ടാവാറ്. പിന്നെ ഉള്ളൊരു ഫ്രണ്ട് കുറച്ച് ലോങ്ങാണ്, അപ്പോൾ അവനെ വരാൻ പറ്റില്ല. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള രീതിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഇവരെ ഓർമ്മ വന്നത്. അങ്ങനെ അവരേനെയും കൂടി ക്യാമ്പിൽ നിന്ന് പിക്ക് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, നേരിട്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തെ വീഡിയോ ആണ്. ഏകദേശം ഇരുട്ടൊക്കെ വീഴാറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഇരുട്ടാവുന്നതിന് മുൻപ് വെളിച്ചത്ത് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കായ വറുത്തത് തിന്നുന്നതിൻ്റെ തിരക്കിലാണ്. മറ്റേ 4 വെട്ടാണ് കായ, തന്നെ 4 പീസാക്കിയിട്ട് വറുക്കില്ലേ, ആ 4 വെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ദേ ഏകദേശം സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോവാണ്. നല്ല ഡാർക്ക് റെഡ് ഓറഞ്ച് ഷെയ്ഡിലേക്കൊക്കെ ആകാശം മാറിയിട്ടുണ്ട്. എന്നാലോ പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറേ തരം സ്പീഷീസൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ദേ ഒരു അരയന്നം പോകുന്നുണ്ട്, അതൊരു സ്ലോ ആയിട്ട് ഇങ്ങനെ പോകുന്നു. നമ്മൾ ഒരാഴ്ച മുഴുവൻ വർക്ക് ചെയ്ത് ആ വർക്ക് പ്രഷറിലിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സൺഡേ ഒന്ന് ഔട്ടിങ്ങിന് പോകുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് കാമാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ആണ് തിങ്കളാഴ്ച പോകുമ്പോൾ ആദ്യം തൊട്ട്. പക്ഷേ വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും പിന്നെയും എന്താ പറയുക, ലോ ബാറ്ററി ആവും. ഞായറാഴ്ച നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെയും റീചാർജ് ആവും. അങ്ങനെ ഒരു പ്രക്രിയ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ BBQന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. ആ നടുക്കിലാണ് നമ്മൾ കനലൊക്കെ കൂട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്രില്ല് വെച്ചിട്ടാണ് BBQ ചെയ്യുന്നത്. അതിന് ചുറ്റും നമുക്കൊരു ഒരു ടീം ആൾക്കാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു കുട സെറ്റപ്പൊക്കെ, ഒരു അംബ്രല്ല സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ലവ് ലേക്കിൻ്റെ ചുറ്റും നടക്കാനും ഓടാനും ഒക്കെ ആയിട്ടുള്ള പാത്ത് വേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂടി ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. മറ്റിച്ച് പുല്ലുകൂടി ആണെങ്കിലും വെള്ളത്തുകൂടെയൊക്കെ ആണെങ്കിലും നടക്കാനും പറ്റും. മണലക്കൂടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു പാത്ത് വേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും ദൂരം കിലോമീറ്റേഴ്സ് നടക്കുമ്പോൾ ചെറിയൊരു ഹെൽപ്ഫുൾ ആണെന്ന് പറയാം. നമ്മൾ മൊത്തം റൗണ്ട് അടിക്കാനൊന്നുമില്ല, എനിക്ക് നടന്ന് ഭ്രാന്തായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് ആഴം കുറഞ്ഞ ഭാഗത്തു കൂടെ നമ്മൾ വെള്ളത്തിനകത്തു കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കടന്നപ്പോഴാണ് ഒരു വിസിറ്റിംഗ് എന്താ പറയുക, ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ കുറേ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കല്ല് പാവിയിട്ടുള്ള സ്ഥലത്ത് കൂടെ, ഈ പൂന്തോട്ടത്തിൻ്റെ നടുക്ക് കൂടെ കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളായിരുന്നു. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ UAEയുടെ നാഷണൽ ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കാറ്റിലാടുന്നത് കണ്ട് നിൽക്കുമ്പോൾ ഒരു രസമാണ്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മൾ ജനിച്ച് വളർന്ന രാജ്യത്തിൻ്റെ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മളേനെ വളർത്തിയിട്ടുള്ളൊരു രാജ്യമല്ലേ, അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് കാണുമ്പോഴും മനസ്സിലൊരു പ്രൗഡ് ഫീലിംഗ് തോന്നി തുടങ്ങി ഇപ്പോൾ ഈ ഡേറ്റ് കേട്ടോ. പിന്നെ അതേ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറേ ലവ് ഷേപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പകുതി മുക്കാലും നമുക്ക് നിൽക്കാൻ പറ്റിയില്ല, കാരണം കുറേ കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും നടക്കാനുള്ള മടി കാരണം ഒന്നും കൂടി വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. മൊത്തം റൗണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കിലോമീറ്റേഴ്സ് നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴി മാറി സഞ്ചരിച്ചു എന്ന് വേണം പറയാനായിട്ട്. പിന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഈ പാത്ത് വേ പറഞ്ഞല്ലോ, ആ പാത്ത് വേയിൽ നോക്കുമ്പോൾ കുറേ പേര് പിള്ളേരനെ കയറ്റിയിരുന്നിട്ട് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കത്തിയില്ല, അപ്പോൾ പുരിയലേ, പക്ഷെ പിന്നെ പുരിഞ്ചത്. നമ്മൾ നോക്കിയപ്പോണ്ട് ആ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് നമ്മൾ ഏത് രീതിക്കാണോ, ഏത് ഷേപ്പിലാണോ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നത്, ആ ഷേപ്പിൽ ഒരു ഡ്രോ ചെയ്ത പോലെ ഫ്ലൂറസൻ കളറിൽ വെളിച്ചം വരുന്നു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ നമ്മളും ചെയ്ത് നോക്കി. അങ്ങനെ പിള്ളേരെക്കാളും കഷ്ടമായിട്ട് ഞങ്ങൾ 5 പേര് കുറച്ച് നേരം ചിത്രം വരച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഒരു ഇരുട്ട് വീണിട്ടുണ്ട്. ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഗ്രില്ല് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മെല്ലെ തിരിച്ചു പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് എടുത്തതാണ് ബാക്കി ഫോട്ടോസ്. അങ്ങനെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി സെറ്റായി ഒന്ന് റിഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അവിടെ തന്നെ ടീ ഷോപ്പ്, ഒരു കോഫി ഷോപ്പൊക്കെ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ആ ലൈറ്റും കാര്യങ്ങളും ആംബിയൻസൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പോൾ അതിനിടയ്ക്ക് ജോബിച്ചന് ഒരു തേനീച്ചടയെന്നോ കടന്നലിൻ്റെന്നോ ഒരു നല്ല കുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി TT അടിച്ചിട്ടാണ് ഇനി വീട്ടിൽ പോകാനായിട്ട് വിചാരിക്കുന്നത്.